ഹലോ ഹലോ സ്വാമി, നിങ്ങൾ എവിടായി? ഞാന് ഈ കുമ്പളാമ്പയ്യ വന്നിറങ്ങിയിട്ട് ഇവിടെ നിൽക്കുക. സ്കൂള് കണ്ടോ? സ്കൂള് കണ്ടായിരുന്നെ ഞാൻ ഈ പണിക്ക് ഇറങ്ങുമോ? അത് ശരി. എന്നാ ഒരു കാര്യം ചെയ്യേ, അങ്ങോട്ട് മുമ്പോട്ട് അങ്ങോട്ട് നടന്നേ. മുമ്പോട്ട് നടക്ക. കട്ട് ചെയ്യല്ലേ? ഇല്ലല്ല, അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടോ? ഓട്ടോ സ്റ്റാൻഡ് കണ്ടു. അതിന്റെ ആദ്യം കാണുന്ന ആ ഓട്ടോക്കാരനോട് ചോദിക്കണം ഒടിയം കൊച്ചാട്ടന്റെ ബെസ്റ്റിയുടെ വീട് ഏതാണ്. അപ്പം ആ പുള്ളിക്കാരൻ ആ വീട്ടിലോട്ട് കൊണ്ടുവന്നോട് കണ്ണടച്ച് അവൻ കൊണ്ടുവിടും. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നടന്നേ വരുന്നുള്ളൂ. അപ്പം കണ്ണടച്ച് ഓട്ടോ ഓടിച്ചാൽ എനിക്ക് 2 പൊടിപ്പിള്ളാരാ. ശരി, എന്നാ എങ്ങനെയാലും ഇങ്ങനെ വാങ്ങുന്നു. ഹലോ സാബിയേ, വെച്ചോ എന്തോ എനിക്കറിയത്തില്ല കേട്ടോ. ആ ഫോണിൻ്റെ ഡിപ്ലേയും പോയി. ഒടിയും കൊച്ചാണ്ട് ഇത് തെങ്ങ കയറി എനിക്ക് ഉണ്ടാക്കി തന്നെ ഒരു ഡിപ്ലേയാ. ആ ഡിപ്ലേയും പൊട്ടിച്ച് കളഞ്ഞു. എന്തോ ചെയ്യാനാ? ആരാന്നോ? ഞാനല്ലേ ഇപ്പൊ നിങ്ങളെ ഫോണിൽ വിളിച്ചത്. നിങ്ങളൊരു മന്ത്രവാദിയോട് പറഞ്ഞായിരുന്നു വരണമെന്ന് പറഞ്ഞു. ആ സാമിയാ വന്നേ. ആ സാമിന്ന് വരുവാന്നോ? അല്ല, ഗുജറാത്തിന്ന്. ഒന്നമ്മച്ചി, ഞാൻ ആ സാമിയാ മന്ത്രം. ആ സാമിയാന്നോ? ആ സാമിയാ. അപ്പൊ ഞാനേ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ എനിക്ക് കിട്ടിയത് നമ്മുടെ ഗിരിജ ഉണ്ടല്ലോ, എന്റെ വീടിന്റെ തൊട്ട് താഴെ കാണുന്ന ആ ഗിരിജ എനിക്ക് ഈ നമ്പർ തന്നത്. ഗിരിജ എനിക്കറിയാം. അറിയാവോ? ഗിരിജയുടെ അച്ഛന്റെ വർക്കൊക്കെ ഞാനാ ചെയ്തേ. ആണോ? ആ ആത്മാവൊക്കെ ഞാനല്ലേ പിടിച്ചേ. അത് ശരി. പിടി കിട്ടത്തേ ഇല്ലായിരുന്നു. പിന്നെ എവിടെ ഇട്ട് പിടിച്ചോ? ഞാൻ ആ മൈലപ്ര കവലിട്ട് പിടിച്ചു. പിടിച്ചാൻ കൊണ്ട് ഒരു കൊച്ചു കലത്തിലാക്കി കൊണ്ട് കൊടുത്തു. എവിടെ കൊണ്ട് തള്ളിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എന്തുവായാലും അത് പോട്ടെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൊടിയും കൊച്ചാണ്ട് ആത്മാവ് ഇവിടെ ഈ ഗിരിജയുടെ തള്ളയുണ്ട്. 90 വയസ്സ് കഴിഞ്ഞു. എന്റെ പൊന്നു സ്വാമി, എന്തോ ഈ ആത്മാവ് ഈ ഗിരിജയുടെ തള്ളയുടെ ദേഹത്ത് ഇതാ കേറുക. എന്തിനാ സ്വാമി പറ, എന്തിനാ? എങ്ങനെയും അവനെ പിടിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മുറ്റത്തൂടെ ഈ ആത്മാവ് തെക്ക് വടക്ക് പോകുന്നത്. ചേട്ടാ, ഞാൻ വൈകിട്ട് കുളിയും കഴിഞ്ഞ് ഈ ഡ്രസ്സെല്ലാം കൊടുത്ത് ഞാൻ ഈ തിണ്ണയ്ക്ക് ഇവിടെ ഇരിക്കുമ്പം ഈ ആത്മാവിൽ എന്റെ ദേഹത്തോട്ട് വന്ന് കയറിയല്ലെന്താ? അത് ന്യായമാണോ? അന്ന് അവനെ പിടിച്ച ഈ കാലത്തിലാക്കണം. ഇനി ഇവനെ എങ്ങും പോയി കയറരുത്. ഇവനെ ഒതുക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ഒരു കാര്യം ചെയ്യും. എന്തുവാ? ഞാൻ കുറെ ലിസ്റ്റ് അങ്ങോട്ട് തന്നില്ലായിരുന്നു. ലിസ്റ്റ് തരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യും. അവള് പറഞ്ഞ ഭയങ്കര പ്രഗത്ഭനായ ഒരു സ്വാമിയാന്നാണ് എന്നോട് പറഞ്ഞ കാര്യം. എനിക്ക് എന്റെ നാളെ എന്റെ ബർത്ത്ഡേ, എന്തോ ബർത്ത്ഡേ അല്ലേ, പിറന്നാളാ. അപ്പൊ അതിന് സ്വാമി ഒരു ആശംസാ വീഡിയോ ഇട്ട് തരണം. എന്നെ പറ്റി എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടല്ലേ പറഞ്ഞത്. ഹായ്, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രൻ സ്വാമി. ഈ കുഴിയിലോട്ട് കാല് നീട്ടിയിരിക്കുന്ന ഈ തള്ളക്ക് എന്തിന്റെ കേടാന്ന് എനിക്കറിയത്തില്ല. എന്നാലും വേണ്ടുകയില്ല, ഇവർക്ക് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാളാശംസകൾ. താങ്ക് യു. ഹായ്. ഇത് ഞാൻ പോസ്റ്റിൽ ഇട്ടോളാം. ശരി, ഒരു കാര്യം ചെയ്യും. ലിസ്റ്റിംഗ് എടുത്തേ. ലിസ്റ്റിലുള്ള സാധനങ്ങൾ മൊത്തം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ടെന്നാ ലിസ്റ്റ് നോക്കി സാധനങ്ങളെല്ലാം അങ്ങോട്ടൊന്ന് പറക്കി വെച്ചേക്കണം കേട്ടോ. ഞാനൊന്ന് ഇരിക്കട്ടെ. ഇരുന്നോ? എനിക്കൂടെ സ്ഥലം വെച്ചേക്കണം. വായിക്കട്ടെ. വായിച്ചോ ലിസ്റ്റ്. ഇഷ്ടിക 4 4 പറഞ്ഞു വെക്കാതെ എണ്ണി ഇങ്ങോട്ട് മാറ്റേ. 1 2 4 ഇതിന്റെ അകത്തുണ്ട്. ഉണ്ടോ? അടുത്തത് പറ. കല 1. കല 1. പിന്നെ ഞാന് സ്വാമി പറയാത്ത ഒരു കാര്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. എന്തുവാ? 1 കിലോ കപ്പയും കൂടെ വാങ്ങിച്ചു. അതെന്തിനാ കപ്പ? ഹോമം കഴിഞ്ഞ് പുഴുങ്ങി തിന്നരുതോ? എന്താ അതല്ല കലം. അതിനല്ല. എന്തിനാ? നിങ്ങളുടെ പൊടിയെ കൊച്ചാണ്ട് ആത്മാവിനെ പിടിക്കാനാ. അയ്യോ, കപ്പ പുഴുങ്ങാനല്ല കലം. നല്ലൊരു കാര്യം ചെയ്താലും വാങ്ങിച്ചല്ലേ, നമുക്ക് ഈ ഹോമത്തിനകത്തോട്ട് ചുട്ട് തിന്നാം. പക്ഷെ ഉള്ളു വേഗമൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ഉള്ളു വെന്തിരിക്കുവാ ഇപ്പം. അങ്ങനല്ല പറഞ്ഞ, കപ്പയുടെ ഉള്ളു വേഗമൊന്നും എനിക്ക് അറിയത്തില്ലെന്നാ പറഞ്ഞത്. അത് ശരി, ബാക്കി പറയട്ടെ. കദളിപ്പഴമൊന്നല്ലയോ? ഒരു കായ അങ്ങ് വെട്ടി മാറ്റിയാ പോരെ. കൈ ഞാൻ വെട്ടും. കറക്റ്റ് അളവിനുള്ള പഴമാ പറഞ്ഞേക്കുന്നത്. അടുത്തത് പറ കേട്ടോ. പിന്നെ 6 വെറ്റ. സ്വാമിയുടെ ഭാര്യയാണോ? അത് 2 വെറ്റതാ. ഞാൻ പറഞ്ഞത് 6 വെറ്റ. 6 വെറ്റ വാങ്ങിച്ചിട്ടുണ്ട്. വിളക്കത്തിരി. എന്താ ഈ ലൈറ്റിന് അത്ര വെട്ടം പോരാ? വിളക്കത്ത് വന്നിരിക്കാനല്ല, വിളക്കിലിടുന്ന തിരി, വിളക്കത്തിരി. 7 തിരി വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഒതുങ്ങുമോ നോക്കട്ടെ. നോക്കൂ. പിന്നെ വട്ടച്ചീപ്പ് 1. എന്റെ പൊടിയും കൊച്ചാടെ മുടി ചെയ്യത്തേ ഇല്ലായിരുന്നു. പിന്നെ അതിനാ വട്ടച്ചീപ്പ്. ഈ ഹോമം കഴിയുമ്പോ ഇതൊരു പരുവാകും. വൃത്തിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോണ്ടേ. അത് വാങ്ങിച്ചിട്ടുണ്ട്. ഉണ്ടോ? നമുക്കെന്നാ തുടങ്ങാം. എഴുന്നേറ്റ് നിന്നാട്ടെ. എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ആരെല്ലാം ആവശ്യപ്പെട്ടാണോ? പൂവന്റെ പൂവെല്ലാം സഞ്ചിക്കാത്തുണ്ട്. ഉണ്ടോ? എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. പൂ ഇങ്ങെടുക്ക. പൂവാ കൊണ്ടുപോവാ.
എന്നിട്ട് ഇവിടെ നിന്നോണേ കേട്ടോ. അവിടെ നിൽക്കാം. ഞാന് ഈ പൂ കുറച്ചങ്ങോട്ട് തരാം. എന്നിട്ട് മന്ത്രം അങ്ങോട്ട് ചൊല്ലും. ആ ഓരോ മന്ത്രം ഉച്ചരിക്കുമ്പോ ആ അതിന്റെ അവസാനം ഓഹോ. ഓഹോ എന്താ പറയും? ഓഹോ. ആ അത് ചൊല്ലിയിട്ട് പൂ ഇതിനകത്തിടണം. ആ ഇട്ടേക്കാം. ഓക്കെ, റെഡിയായല്ലോ? റെഡിയായി. ആ ഇടട്ടെ പൂവ്. അത് ഗ്യാസ് കയറിയതാ. തുടങ്ങാന്നേ. ഓം, ഇത് ഗ്യാസ് അല്ല. ഓം കോടാമഞ്ഞിൻ ഓഹോ താഴ്വാരയിൽ ഓഹോ കാക്കടമ്പ് പൂക്കുമ്പോ. ഓഹോ ഹോ 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 ഹോ. ആ ഇത് പുള്ളി പൊരിച്ച പുള്ളിയാന്നല്ലോ. എന്തുവാ കേറുവോന്ന് സംശയമാണ്. എന്റെ എങ്ങനെയാലും കേറ്റാൻ നോക്ക് ഈ നാശത്തിന്. ഞാനത് കാര്യം ചോദിക്കട്ടെ, ഇയാളിന്റെ വലിപ്പം ഒന്ന് പറയാവോ? വലിപ്പം എന്ന് പറഞ്ഞാൽ എന്റെ പൊന്നു സ്വാമി ഒരു 6 അടി പൊക്കമുണ്ട്. അതുപോലുള്ള ശരീരവും. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തിൽ കൊള്ളുവോന്നറിയാനാ. Rega, rega,